എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമ സീരീസിൻ്റെ എപ്പിസോഡ് 61. ഓക്കെ, അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ സിയോയിൻ ഒരു സ്ഥലത്ത് വന്നിട്ട് ആ മൗണ്ടൈനിൽ ആ സ്കില്ല് ഉപയോഗിക്കുകയാണ്. അത് ചെയ്യാനായിട്ട് തുടങ്ങിയ ഫസ്റ്റ് ട്രൈ തന്നെ മൗണ്ടൻ സ്കില്ല് അത് നല്ല എഫക്റ്റീവ് ആയിരുന്നു. അങ്ങോട്ട് മാസ്റ്റർ വന്നിട്ട് ഇതാണല്ലേ മൗണ്ടൻ സ്കില്ല്, ഇത് ഹെവൻ ലെവലിന് തുല്യമായി തന്നെയാണ് എന്ന് പറയുമ്പോൾ അവൾ തന്നതിൽ 2 മാത്രമേ യൂസ് ചെയ്യാൻ കഴിയൂ, അത് നിന്റെ ലിമിറ്റ് ആകും എന്ന് മാസ്റ്റർ യുൻഷാൻ ഞാൻ ഇംപ്രൂവ് ആയതുപോലെ ഇംപ്രൂവ് ആയി കാണണം. മാസ്റ്ററിന് ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. സോൾ ഹാള് യുൻല സെറ്റ് നല്ല ബന്ധമുണ്ട്. അവൾ മാസ്റ്റർ എന്ന 2ാമത്തെ സ്കിൽ അത് യൂസ് ചെയ്യാനായിട്ട് പറയുമ്പോൾ അത് ഡൗങ് ലെവലിൽ മാത്രമേ കഴിയൂ. അങ്ങനെയൊക്കെ 3 ഫ്ലെയിം കൂടി ചേർത്ത് കമ്പയർ ചെയ്ത് ഉണ്ടാക്കും. അത് ഈ മൗണ്ടൻ സ്കില്ലിനേക്കാൾ പവർഫുൾ ആകുമല്ലോ. അത് നല്ല ഐഡിയ ആണ്, നോക്കാമെന്ന് പറഞ്ഞ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്നാൽ അത് നടന്നില്ല. ഞാൻ വിചാരിച്ചതിലധികമാണ്. എനിക്ക് ഗീവ് അപ്പ് ചെയ്യാതെ പിന്നും ട്രൈ ചെയ്യും എന്ന് പറഞ്ഞ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി, ആഴ്ചകൾ കടന്നുപോയി. ഓരോ ട്രൈയിലും പയ്യെ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്, പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവസാനം അത് ഉണ്ടാക്കിയെടുത്തു. എങ്കിലും പെട്ടെന്ന് തന്നെ അത് ഇല്ലാതായി പോയി. കുറച്ച് പ്രോഗ്രസ് ഉണ്ടായി എന്ന് പറയുമ്പോഴാണ് എല്ലാ സെറ്റാണ്, പോകാനുള്ള ടൈമായി എന്ന ഒരു മെസ്സേജ് അത് വരുന്നത്. അത് നോക്കിയിട്ട് ആ ദിവസം വന്നെത്തി, ഇതിനായിട്ടാണ് ഞാൻ കാത്തിരുന്നത് എന്ന് ഷിയോയിൻ. അതിനുശേഷം എല്ലാവരോടും യാത്ര പറയാനായിട്ട് നിൽക്കുകയാണ്. അവർ സേഫായിട്ട് പോകാനായിട്ടും പറയുന്നു. ഷിയോ സൈറ്റിലേക്ക് ആൾക്കാരെ വിട്ടിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് വന്ന് പറയാനായിട്ട് ഷിയോയാനും പറയുന്നു. ഊഹാവപ്പോൾ ഞാൻ ഒരു ഡൗക്കങ്ങായി നിന്നെ കാണാൻ വരും. അവരും ഓക്കെ. ഷിയാവും അവളുടെ അനിയത്തോടും ഒക്കെ ബൈ ഒക്കെ പറഞ്ഞിട്ട് അവരും പോവുകയാണ്. ജിയ മെമ്പറിലേക്ക് യുല്ല സെറ്റിലേക്കുള്ള വാറിനായിട്ട്. അവർ പോകുമ്പോൾ അവർ ജയിക്കുമോ എന്ന് ചോദിക്കുമ്പോഴാണ് എനിക്ക് പറയാൻ കഴിയില്ല. എങ്കിലും യുല്ല സെറ്റ് വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് സെറ്റിലൊന്നാണ്. എങ്കിലും ഷിയോയൻ്റെ ഞാൻ വിശ്വസിക്കുന്നു. അവൻ മിറാക്കൾ കാണിക്കും. ബോയാണെങ്കിലും അങ്കിൾ ഷാവോ അവനിൽ ഒരുപാട് വിശ്വസിച്ചിരുന്നു മാറ്റം കൊണ്ട് വരുമെന്ന്. ഞാനും ഇപ്പോൾ അതിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയാണ്. ഷിയോ സെറ്റിലുള്ളവരെ എല്ലാവരും വന്നു. ഡൗക്കിങ് പീക്ക് ഡൗ സ്പിരിറ്റിലുള്ളവർക്ക് സെറ്റായി. മറ്റവർ വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവരോടെത്തി നമ്മൾ വരില്ല എന്ന് കരുതി. ഷിയോയൻ ഇത്ര ടൈമിനോട് ഒരുപാട് മാസ്റ്റേഴ്സിനെ ഒപ്പിച്ചല്ലോ. അതിന് കാരണം ഷിയോയൻ 6th ടയർ പിൽസ് ആൽക്കമിസ്റ്റ് ആയതുകൊണ്ടാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് അവനെ കാണുന്നില്ലല്ലോ, അവനെന്താ ഇത്ര താമസിക്കുന്നത്, സെക്ട് ലീഡറല്ലേ എന്നൊക്കെ പറയുമ്പോൾ സോറി നമ്മളെത്തി എന്ന് പറഞ്ഞ് ഷിയോയനെ ടീമും അവിടെ എത്തി. അവരോട് യുല്ല സെറ്റുമായിട്ടുള്ള വാറ് അത് വളരെ ഡേഞ്ചറാണ്, നിങ്ങളുടെ മാക്സിമം എഫേർട്ടും കൊടുക്കണം. അതുപോലെ പറഞ്ഞ പിൽസ് അത് ഇത് കഴിഞ്ഞ് ഉറപ്പായി തരും. അവർ വാക്ക് കൊടുത്ത് ഷിയോയിൽ പോകാനുള്ള വണ്ടി വിളിക്കണം. പറക്കുന്ന ഷിപ്പ് അതും അങ്ങോട്ട് വരുന്നു. അവരെല്ലാവരും അതിലേക്ക് കയറാനായിട്ട് തുടങ്ങി. അടിയിൽ നിന്ന് അത്ര ഉയരത്തിൽ ചാടിയൊക്കെയാണ് കയറുന്നത്. എന്നിട്ട് പോകുന്നു. യുല്ല സെറ്റ് ജിയ മെമ്പർ ഞാൻ ഷിയോയന് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഏറെ നാളുകൾക്ക് ശേഷം യുല്ല സെറ്റിന് അല്ലെങ്കിൽ ക്ലൗഡ് മിസ്റ്ററി സെറ്റിനെയാണ് കാണിക്കുന്നത്. അവിടെ യുൻവിൻ എന്ന യുൻഷി ഇരിക്കുകയാണ്. അവൾക്ക് കൊടുത്ത ശിക്ഷ ലീഡർ സ്ഥാനം മാറ്റി. ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത ഒരു അടച്ച റൂമിൽ ഉള്ളൊരു ശിക്ഷ കൊടുത്തെന്ന് യാഫൈ പറഞ്ഞല്ലോ. അങ്ങോട്ട് യുൻഷാൻ വരുമ്പോൾ വിലക്കപ്പെട്ട സ്ഥലത്ത് എന്തിനാണ് വന്നത് എന്ന് ചോദിക്കണം. ഇതുവരെയായിട്ടും ദേഷ്യം മാറിയില്ലേ, വന്ന കാര്യം പെട്ടെന്ന് പറയടേ. ഷിയോയൻ പോയിട്ട് 3 വർഷമായി. അവൻ്റെ ഒരു ക്ലോ ഇല്ല, ഡെഡായി കാണണം. അവനെ ആലോചിച്ച് ഇനി ഇരിക്കാതെ എന്ന് പറയുകയാണ്. അവളാണെങ്കിൽ ഷിയ ഫാമിലിനെ ടാർഗറ്റ് ചെയ്യുന്ന എന്തിനാണ്, അവരൊരു സാധാരണ ഫാമിലിയാണെന്ന് പറയുമ്പോൾ അതൊന്നും കേൾക്കുന്നില്ല. ആ ഫാമിലി മിറ്റൽ ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞു. ജിയ മെമ്പർ ഒന്ന് ക്ലിയർ ആക്കാൻ പോവുകയാണ്. അത് കേട്ട് ഷോക്കായി. മിറ്റൽ ഫാമിലിയെ അറ്റാക്ക് ചെയ്ത ജിയ മെമ്പർ യുല്ല സെറ്റിനെ ടാർഗറ്റ് ചെയ്ത് പബ്ലിക് എനിമിയാക്കും. യുല്ല സെറ്റിന്റെ അവസാനമാക്കാനാണോ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളെ വഴക്ക് പറഞ്ഞിട്ട് ഞാൻ യുല്ല സെറ്റിനെ ആരും തൊടാത്ത അത്ര ഉയരത്തിലെത്തിക്കും. ഷിയോയൻ ജീവനോടുണ്ടെങ്കിലോ അത് നീയായിട്ട് ചേരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പോവുകയാണ്. അവൾക്ക് വളരെയധികം സങ്കടം. മിറ്റൽ ഫാമിലിന്റെ യാഫൈ ഹൈബോട്ട് അങ്ങനെയും ഫസ്റ്റ് ബ്രദറിനെ വിളിച്ചെടുത്ത് കാര്യം ചോദിക്കുമ്പോൾ യുല്ല സെറ്റ് എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം, അവരെ അറ്റാക്ക് ചെയ്യാനാണോ എന്ന് ചോദിക്കുകയാണ്. അറിയില്ല, അവരുടെ സ്പൈ പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്ര സീക്രട്ടായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എങ്കിലും അതിനാണ് ചാൻസ്. അതുകൊണ്ട് തന്നെ വാറിനായിട്ടുള്ള പ്രിപ്പയർ അത് ചെയ്യാനായിട്ട് തീരുമാനിച്ച് ഹൈബോട്ടോങ്ങിനോട് ഇതെല്ലാം നമ്മൾ കാരണമാണ് എന്ന് പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ ഹൈബോട്ടോങ് ആ ബെറ്റ് മറന്നില്ലല്ലോ, ഷിയോ ഫാമിലി പുറത്തു വരണ്ട എന്ന് പറയുവാണ്. ഹൈബോട്ടോങ് പറഞ്ഞ ബെറ്റ് എന്താണെന്ന് ഷിയോയാൻ വരും യുല്ല സെറ്റിനെ തകിടമറിയും. അത് തന്നെ നാകട്ടെ എന്ന് പ്രതീക്ഷയാണ് ഫസ്റ്റ് ബ്രദറിന്. ഷിയോയന് വരാനായിട്ടാണ് യാഫയും കാത്തിരിക്കുന്നത്. അതും ജിയാമ എംപയർ പോലും കയ്യിലെടുക്കാൻ പറ്റുന്ന ഗ്രേറ്റ് പേഴ്സൺ ആയിട്ട്. അതിനുശേഷം 1 മാസം കഴിഞ്ഞ് ഷിയോയൻ കൾട്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞ് ഷിയോലീനെ കണ്ട് അങ്ങോട്ട് പോകുന്നു. അവരെവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ അവർ ഒരു വില്ലേജ് എത്താറായി. അത് കഴിഞ്ഞുള്ളത് ജിയാമ എംപയറാണ്. ഇവിടെ ആരും കാണുന്നില്ലല്ലോ, സിയാൻ എവിടെ എന്ന് ചോദിക്കുകയാണ്. സിയാന് ബോറടിച്ചത് കൊണ്ട് തന്നെ താഴേക്ക് പോയി. കൈലിനെ ആയിട്ട് കൂട്ടിയാണ് പോയേക്കുന്നത്. ഇത്രയധികം ക്ലോസ് ആയത് എങ്ങനെയാണെന്ന് അറിയില്ല. ചില സമയത്ത് 2 അനിയത്തി ചേച്ചിയാണെന്നൊക്കെ തോന്നും. അതിന് ഷിയോൻ അവരുടെ ഒറിജിനൽ ബോഡി ബീസ്റ്റ് ആണല്ലോ, അതിൻ്റെ അറ്റാച്ച്മെൻ്റ് ആയതുകൊണ്ടാകാം. ഈ സമയത്ത് കാട്ടിക്കൂടി വരുന്ന സിയാനി ക്യൂൻവേഡ്സ് എങ്ങനെയുള്ള അത് സ്നേക്കുകളുടെ ക്യൂൻ എല്ലാവരെയും പേടിപ്പിച്ചിരുന്ന ക്യൂൻവേഡ്സ് സിയാൻ്റെ കൂടെ കാണിക്കുന്ന വേല. ഒരു സ്ഥലത്തെത്തിയിട്ട് അവിടെ ഒരു ഡൗ സോങ്
ആയ ഒരു മാസ്റ്റർ സീൽ ചെയ്ത് വെച്ച ഒന്നുണ്ട്. അതിനുള്ളിൽ റയറായ മെഡിസിനൊക്കെ ഉണ്ട്. അത് അവൾക്ക് സ്മെല്ല് കിട്ടി, എന്നാൽ അത് എടുക്കാൻ കഴിയില്ല. കാരണം ലെവൽ 6 വേസ്റ്റാണ് കാവൽ നിർത്തുന്നത്. അത് കിട്ടിയ ഷിയോയെ കൊണ്ട് വേണ്ട പിൽസ് അതൊക്കെ ഉണ്ടാക്കാനായിരുന്നു. ഇത് പിന്നെ സഹിക്കാം, അവനെയാണ് പാടെന്ന് ക്യൂൻ മെഡിസ. അപ്പോൾ സിയോനൊരു ഐഡിയ പറഞ്ഞെടുത്തത്. അത് കൊള്ളാലോ, എന്നാൽ അത് ലെവൽ 6 വേസ്റ്റാണ്, നിനക്കതിന് കഴിയുമോ? പിന്നല്ലാതെ ആ ബീസ്റ്റ് ആണെങ്കിൽ ഉറങ്ങുമ്പോഴാണ് അതിന് ഷോക്ക് അടിക്കുന്നത്. അതിൻ്റെ കയ്യിലുള്ളൊരു ഗാഡ്ജറ്റ് കാരണം അങ്ങോട്ട് ചെയ്യാൻ വന്നിട്ട് ഡേ വലിയ പൂച്ചേ ഇങ്ങോട്ട് നോക്കുക, അതിനൊരു അടി കൊടുക്കുമ്പോൾ ഇന്ന് നിന്നെ കൊല്ലും എന്ന് പറഞ്ഞാൽ കടുവയാണോ അതോ പുലിയ എന്താവട്ടെ അത് കൊല്ലാനായിട്ട് വരുമ്പോൾ അയ്യോ എന്നെ കൊല്ലാൻ വരുന്നേ എന്ന് പറഞ്ഞ് സിയൻ ഓടി പോകുന്നു. അത് പിറകെയും പോയി. അപ്പോൾ അങ്ങോട്ട് ക്വീൻ മെഡിസ വരുന്നു. ആ ബാരിയർ കണ്ട് സ്പേസിലേക്കോ എനിക്കിതൊന്നുമല്ല എന്ന് പറഞ്ഞ് അതിൽ ചെന്ന് പിടിച്ചൊരു പ്രഷർ കൊടുത്ത് അത് ബ്രേക്കായി. എന്നിട്ട് അത് എടുക്കാനായിട്ട് പോയി. ഈ സമയത്ത് സിയനെ പിടിക്കാനായിട്ട് വരുന്ന കടുവ. എന്നാൽ അവൾ ഓരോ മരത്തിൻ്റെ ഇടയിൽ കൂടി കയറി പോകുന്നത് കൊണ്ട് ഇനി അതിന് നടക്കുന്നില്ല. നിങ്ങൾ പീസാകുമെന്ന് പറയുമ്പോൾ ഒരു കല്ലിൻ്റെ അടുത്ത് ഒറ്റയേറ്, എന്നിട്ട് പോകാൻ നിൽക്കുമ്പോൾ അത് അറ്റാക്ക്. എന്നാൽ അത് അവളുടെ ദേഹത്ത് കൊള്ളുന്നില്ല. അങ്ങനെ ഒരുപാട് നേരം ഓരോ മരത്തിൻ്റെ ഇടയിൽ കൂടി അവൾ പോകുമ്പോൾ അവളെ പിടിക്കാൻ വരുന്ന കടുവയ്ക്ക് എല്ലാം ഏറ്റുവാങ്ങേണ്ടി വരുവാണ്. അവസാനം വിങ്സ് ഉപയോഗിച്ച് നേരെ മുകളിലേക്ക് പോയി, എന്നിട്ട് അത് ഉപയോഗിച്ച് പറക്കുന്ന. അങ്ങനെ അവസാനം ഒരു മരത്തിന്റെ മുകളിലേക്ക് വന്നിട്ട് അവിടെ നിൽക്കുമ്പോൾ കിട്ടിയത് നിന്നാൽ എന്ന് പറഞ്ഞ് ആ കടുവ വരുന്നു. അത് ചാടി വരുന്ന സമയത്ത് തന്നെ ആ മരത്തിനെ വളച്ച് വന്ന് വിട്ടുകൊടുത്ത് ബൈ ബൈ. അത് തീർച്ചടിച്ച് വീഴുന്നു. എന്നിട്ട് അവൾ ഓടിപ്പോകുന്നു. ഇതും കൂടി ആയപ്പോൾ നീ എന്നെ കളിപ്പിക്കണം എന്ന് പറഞ്ഞ് അത് ടെറിഫിക് ആയിട്ട് അതിൻ്റെ പവേഴ്സ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അത് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതല്പം സീരിയസ് ആണെന്ന് മനസ്സിലാക്കി പോകുന്നു. ഒരു ഹുവാങ് ലെവലുള്ള ബീസ്റ്റാണ്. സിയാനാണെങ്കിൽ കിങ് ലെവൽ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റുമുട്ടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി പോയി. അത് കുറേ ആ ഫയർ അത് വിടുന്നു. എന്നാൽ ഒരു ടൈമിൽ അവൾ പോകാൻ പറ്റാത്ത രീതിയിൽ ട്രാപ്പാക്കി. ഡി കൊച്ചു പെണ്ണ നീ എങ്ങനെ പോകുമെന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞ് ചിരിക്കുന്നു. എന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. ക്യൂൻ മെഡിസെ വിളിക്കുമ്പോൾ ഒരു പവർ ഉപയോഗിച്ച് തന്നെ ആ ഫയർ ഇല്ലാതാക്കി. അങ്ങോട്ട് ക്യൂൻ മെഡിസ് വന്നു. ഒരു ടൗസോമോ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരു ബീസ്റ്റാണ്, പരസ്പരം ഹർട്ട് ചെയ്യേണ്ട. എന്നിട്ട് സിയാനെ ആ റിങ് അത് കൊടുക്കുന്നു. ഇതിനുള്ളിൽ ആ മെഡിസിൻസ് ഒക്കെ ഉണ്ട്. അത് മാസ്റ്ററിൻ്റെ ആണ്. അത് നിങ്ങളെടുത്താൽ നിങ്ങളെ പോകാൻ ഞാൻ വിടില്ല. ഇല്ലില്ല മാസ്റ്റർ എന്നെ വെറുതെ വിടില്ല. നീ എന്താണ് അയാളുടെ വാച്ച് ഡോഗോ എന്ന് പറഞ്ഞ് ചോദിക്കും. അത് നീ എന്നെ കണ്ടില്ലേ, ഞാൻ ഫ്രീ ആയിട്ടാണ് നടക്കുന്നത്. ആ ഗാഡ്ജറ്റ് കാണിച്ചിട്ട് ഇതാണ് കാരണം, എനിക്ക് മരിക്കാൻ കഴിയില്ല, അത് താ എന്ന് പറഞ്ഞ് വരുമ്പോൾ ക്യൂൻ മെഡിസ നേരെ വന്ന് ഒറ്റയടി. എന്നാൽ അതിനെല്ലാം അടിച്ചത് ആ ഗാഡ്ജറ്റ്. അതെടുത്ത് ദേ കിടക്കുന്നു. അതുകൊണ്ടപ്പോൾ ഞാൻ ഫ്രീ ആയി ഹേ എന്ന് പറഞ്ഞ് 2 റൗണ്ട് അടി. ക്യൂൻ മെഡിസയുടെ അടുത്ത് വന്നിട്ട് നന്ദി പറയുന്നു. ഇനി ഇത് വേണോ? എനിക്ക് വേണ്ട, ഞാൻ ഫ്രീ ആയി ഓ എന്ന് പറഞ്ഞ് അതവിടുന്ന് പോയി. കൈലിനവളോട് നീ ഹ്യൂമനായിട്ട് ട്രാപ്പായതുകൊണ്ട് നിനക്ക് ഫുൾ പവർ ഉപയോഗിക്കാൻ കഴിയുന്നില്ലല്ലേ, അതിന് സിയൻ അതിനെന്താ ഷിയോയിന് ട്രാൻസ്ഫോർമേഷൻ പില്ല് അതുണ്ടാക്കി തരുമല്ലോ എന്ന് പറഞ്ഞ് അവനത് ചെയ്യുമെന്നാണോ? എന്താണ് ഉറപ്പെന്ന് ക്യൂൻ മെഡിസ. ഷിയോനിൽ അവൾക്ക് വിശ്വാസമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കൈലിന് എന്തൊക്കെ ആലോചിച്ച് നിൽക്കണം. സിയാൻ വിളിക്കുമ്പോൾ വാ പോകാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. ഷിപ്പിൽ വരുമ്പോൾ അവർ രണ്ടുപേരും എവിടെ പോയി എന്ന് ചോദിക്കാണ്. സിയാൻ അതിന് ഇന്നാ പിടിയും എനിക്ക് വേണ്ട പിൽസ് ഉണ്ടാക്കിത്താ, ഇത് റയറായ ട്രഷേഴ്സ് ആണല്ലോ, ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് അതിശയം. അത് ട്രഷർ കേവ് കണ്ടുപിടിച്ചു, അതിൽ നിന്ന് എടുത്തതാണ്. എന്നാൽ ഷിയോയനെ ഇത് മോഷ്ടിച്ചതാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ധൈര്യം കൊണ്ട് ചോദിക്കാതെ ഇടുക. ഇനി ഇത് പ്രശ്നമാക്കാനാണോ എന്ന് ചോദിക്കുകയാണ്. ക്യൂൻ മെഡിസ ആണെങ്കിൽ അതിനിപ്പോൾ എന്താ ഞാൻ തന്നെ പേടിക്കുന്നേ, അതിന് ഷിയോയിൻ അടുത്ത തവണ ഇതുപോലെ വല്ല കാണിച്ചാൽ നോക്കൂ എന്ന് ക്യൂൻ മെഡിസയാണ് എന്ന് പോലും ഓർക്കാതെ ഷിയോയൻ. സിയാൻ പറയുന്നോട്ട് ഞാനാണ് എടുത്ത സിസ്റ്റർ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഷിയോയൻ പറഞ്ഞ ഓവറാക്കുമ്പോൾ ഈ ട്രഷർ തരുന്നില്ല എന്ന് പറഞ്ഞ് ആ ട്രഷർ എടുത്ത് സിയാൻ കൂളാക്കാൻ നോക്കുന്നത് മെഡൂസ അവിടെ നിന്ന് മാറിപ്പോയി ദേഷ്യപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഷിയോയും ഷിയോയിലൂടെ പെട്ടെന്ന് പോകാനായിട്ട് പറയുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ ബൈ.